അപ്പൊ നമ്മള് ഇനി അനു അവിടെ തയ്യാറായിട്ട് തയ്യാറായി നിൽക്കുന്ന നിപ്പൊക്കെ ഞാൻ കണ്ടാണ് കേട്ടോ. അത് ഇന്നലെ സേതു നിന്ന പോലെ തന്നെ ചിറകെല്ലാം വിരിച്ചാണ് അനു നിൽക്കുന്നത്. അതെ, എല്ലാരും കൊള്ളാന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ ആ സ്ഥലത്ത് നൈസായിട്ട് പോയിട്ട് നിപ്പുണ്ട്. അപ്പൊ അതെ അതെ, വി എസ് അനു നമുക്കൊപ്പം ഉണ്ട്. അനു ചേട്ടാ, ഗുഡ് മോർണിംഗ്. അപ്പോഴേ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാല്, ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളരെ പ്രേക്ഷക പ്രശംസയൊക്കെ ഏറ്റുവാങ്ങിയതാ. രാഹുൽ മുരളി പറഞ്ഞായിരുന്നു. രാഹുൽ മുരളി നമ്മുടെ ക്യാമറമാനാണ്. നൈസായിട്ട് ആ സ്ഥലം അടിച്ചു മാറ്റി. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് നമുക്ക് അറിയേണ്ട എന്താ, ഇന്നിപ്പോ നമ്മൾ മൂന്നാമത്തെ ദിവസം എത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള മത്സരങ്ങൾ, എത്ര മത്സരം പൂർത്തിയായി, എങ്ങനെയാണ് മത്സരങ്ങളുടെ ഒരു പോക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ കാണികളുടെ ഒരു കുറവുണ്ട് കേട്ടോ. ഈ ഇന്നലെയൊക്കെ രാത്രി നമ്മള് ആ പവലിയനിലൊക്കെ നമ്മുടെ വേദിയിലൊക്കെ കേറുമ്പോ ആള് ഭയങ്കര കുറവായിരുന്നു. ഞാൻ ഇത് ഇന്നലെ പറഞ്ഞിരുന്നു, ആളുകൾ വരുന്നുണ്ട്. പക്ഷേ വി എസ് അനു അവിടെ നിപ്പുണ്ട്. നമ്മളിത് പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ. ആളുകൾ വരുന്നുണ്ട്, വരുന്ന ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. മനസ്സിലാകണ്ട, ഈ വരുന്ന ആളുകൾ ഒരു ഒഴുകുന്ന ജനമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇവർ ഈ വേദിയിലേക്ക് ആരും കയറുന്നില്ല. വേദിയിൽ ഒരു കലയെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഇരിക്കുന്നു എന്നല്ലാതെ, പിന്നെ ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും പിന്നെ അവരുടെ ബന്ധുക്കളൊക്കെ ഇരിക്കുന്നു എന്നല്ലാതെ, ഈ വരുന്ന ആളുകളൊന്നും ഈ പരിപാടികൾ അധികം നേരം കണ്ടിട്ടിരിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയാണ് എല്ലാ വേദികളിലെയും കാഴ്ച ഏറെക്കുറെ അങ്ങനെയാണോ? പിന്നെ പോയിന്റ് ഏതുവരെ എങ്ങനെയാണ്? ഒപ്പത്തിനൊപ്പമുള്ള മത്സരമാണ് ഓരോ ജില്ലകളും തമ്മിൽ. പിന്നെ ഈ അപ്പീലുകളൊക്കെ ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? അനു പറഞ്ഞു കൊടുക്കൂലേ? സേതു പറഞ്ഞതുപോലെ സേതുവിൻ്റെ ഫ്രെയിമിലേക്ക് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ പിള്ളേർ മാത്രമല്ല, നമ്മളും ഈ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിലും ഞങ്ങളും ആ വൈബിനൊപ്പം ചേരുകയാണ്. ഏതായാലും മത്സരം തിരുവനന്തപുരത്തെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മൂന്നാമത്തെ ദിവസം അതിൻ്റെ ഏറ്റവും ആവേശത്തോടുകൂടി തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇവിടെ നടക്കുന്നുണ്ട്. സേതു ഏറ്റവും അവസാനം ചോദിച്ചത് പോയിന്റ് നിലയാണ്. നമുക്ക് അറിയാം, കഴിഞ്ഞ തവണത്തെ വിജയികളായ ജേതാക്കളായ കണ്ണൂർ തന്നെയാണ് ഇത്തവണയും ഏറ്റവും മുന്നിലുള്ളത്. 449 പോയിന്റുമായി കണ്ണൂർ ജില്ല തന്നെയാണ് ഏറ്റവും പ്രധാനമായും മുന്നിൽ തന്നെ ഉള്ളത്. അവർക്ക് HS ജനറൽ വിഭാഗത്തിൽ 198 പോയിന്റും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 251 പോയിന്റും അറബിക്കിൽ 60 പോയിന്റും സാൻസ്ക്രിറ്റിൽ 58 പോയിന്റും ഉൾപ്പെടെ 449 പോയിന്റുമായി കണ്ണൂർ തന്നെ ഒന്നാമത് നിൽക്കുന്നു. ഒട്ടും പേടിക്കേണ്ട, തൃശ്ശൂരുകാർ ആരും പേടിക്കേണ്ട. 448 പോയിന്റ്, അതായത് ഒരു പോയിന്റ് മാത്രം താഴെയാണ് തൃശ്ശൂരുള്ളത്. അത് സ്വാഭാവികമായിട്ടും ആദ്യത്തെ 1-2 മത്സരങ്ങൾ കഴിയുമ്പോഴേക്കും ഇന്നത് പോയിന്റ് നില പെട്ടെന്ന് മാറി പറയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. തൃശ്ശൂരുണ്ട് 446 പോയിന്റുമായി കോഴിക്കോട്, 440 പോയിന്റുമായി പാലക്കാട്, മലപ്പുറത്താണെങ്കിൽ 427 പോയിന്റ്. അതായത് ആദ്യത്തെ ഒരു 5 ആലപ്പുഴ 425 ഉണ്ട്, എറണാകുളം 423, കൊല്ലം 421, ട്രിവാൻഡ്രം 419. ഈ 400-ന് അപ്പുറമുള്ള കളി വേറെ ആർക്കുമില്ല. അതായത് വളരെ മികച്ച ഒരു മത്സരം തന്നെയാണ് തിരുവനന്തപുരത്തെ ഈ 63ാമത് കലോത്സവത്തിൽ നടക്കുന്നത്. പിന്നെ ആളുകളുടെ കുറവ് ഒരു പ്രശ്നം തന്നെയാണ്. ഇന്നലെ നമ്മൾക്ക് അറിയാം, ഇന്നലെ ഒരു അവധി ദിവസമായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി പ്രധാന വേദിയിലടക്കം ആളുകൾ എത്തുന്നതിലൊക്കെ വലിയ പ്രശ്നമുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. അപ്പം തൊട്ടടുത്ത് തിരുവനന്തപുരത്തെ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റാണ്. ഈ രാവിലെ ആളുകൾ ഈ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നത് നമുക്ക് ആ കാണുന്ന, എനിക്ക് പിറകിൽ കാണുന്ന ആ കെട്ടിടത്തിലേക്കാണ്. അവിടെ മന്ത്രിമാരും ഈ സംസ്ഥാനത്തെ ഭരണ നിയന്ത്രിക്കുന്ന ആളുകൾ എത്തുമ്പോൾ തൊട്ടിപ്പുറത്തെ ഈ ഗ്രൗണ്ടിലേക്ക് നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ അവരുടെ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് എത്തുന്നു. അങ്ങനെ ഈ തിരുവനന്തപുരം നഗരം ഇന്ന് കുറച്ച് ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്നുണ്ട്. ഏതായിരുന്നാലും മത്സരങ്ങൾ ഏറ്റവും ഗംഭീരമായി നടക്കുന്നു. ഇപ്പോൾ ഈ വേദികളും അരങ്ങൊക്കെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. ഏതായിരുന്നാലും അങ്ങനെ ഏറ്റവും ഗംഭീരമായ മത്സരങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ടത്. ഇതിൻ്റെ സംഘാടനത്തിൻ്റെ ഒരു മേന്മ തന്നെയാണ്. നമുക്ക് സാധാരണ കലോത്സവങ്ങളിൽ ആദ്യ 2 ദിവസങ്ങളിലൊക്കെ ഈ സമയക്രമം പാലിക്കാത്തതിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ തിരുവനന്തപുരം കലോത്സവം എല്ലാത്തിനും, കഴിഞ്ഞ കൊല്ലം കലോത്സവത്തിൽ പോലും അങ്ങനെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ തിരുവനന്തപുരം കലോത്സവത്തിൽ അത് മാറുന്നുണ്ട്. മത്സരക്രമങ്ങളൊക്കെ തന്നെ ഈ സമയത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ മത്സരങ്ങളൊക്കെ യഥാസമയം നടക്കുന്നു.
മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിൽ അങ്ങനെ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഏതായാലും 15,000-ഓളം കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, അവരുടെ അധ്യാപകർ, അങ്ങനെ വലിയൊരു വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ ഉത്സവമായി ഈ കലോത്സവം മാറുന്നു. അതിപ്പം ഈ MT എന്നുള്ള വേദി ഉൾപ്പെടെ നെയ്യാറും കബനി നദിയും ഉൾപ്പെടെയുള്ള വേദികളിൽ മത്സരങ്ങൾ ഗംഭീരമായി നടക്കുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ 3-ാം ദിനമാണ്. ഇന്നും വളരെ ജനപ്രിയമായിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ് ഉള്ളത്. സംഘനൃത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, മാർഗംകളിയുണ്ട്. അങ്ങനെ ജനപ്രിയമായ നൃത്തങ്ങൾ, മറ്റ് മോണോ ആക്ട് ഉൾപ്പെടെയുള്ള വളരെ ക്യാച്ചിങ് ആയിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മത്സര ഇനങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ വേദികളിലേക്കൊക്കെ എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സേതു നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്.